ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. നമസ്കാരം, വൈത്താരിയിലേക്ക് സ്വാഗതം. ഈ വായ്ത്താരി കൊണ്ട് എനിക്കുണ്ടായ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ, നിരവധി കാലങ്ങളായി കാണാതിരിക്കുന്ന കഥകളി കൊട്ടുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കലാകാരന്മാരെ നേരിൽ കാണാൻ സാധിച്ച് സംസാരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു സന്തോഷം. അതാണ്. പിന്നെ അത് പ്രേക്ഷകർക്ക് മുമ്പിൽ അത് അവതരിപ്പിക്കുക എന്നുള്ളതും ഉണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ നേരിൽ കാണാൻ ഒരുപാട് കാലം വൈകുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ചിലപ്പോൾ വിസ്മൃതിയിൽ നിന്ന് വിട്ടുപോകാം. എങ്ങനെയും അങ്ങനെയുള്ളവരെ വളരെ അടുത്ത് കണ്ട് സംസാരിച്ച് അവരുടെ വീടുകളിൽ പോയി സംസാരിച്ച് സന്തോഷം പങ്കിടാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു ഇതുകൊണ്ടുണ്ടായ വലിയൊരു മെച്ചമായി ഞാൻ കാണുന്നത്. എങ്ങനെയായാലും ഇന്നിപ്പോൾ ഞാനിപ്പോൾ ആമുഖമൊക്കെ പറയുന്നത് ഇത് എല്ലാ വീഡിയോയിലും പറയേണ്ടതാണ്, പക്ഷേ എല്ലാത്തിലും പറയേണ്ട കാര്യമില്ലല്ലോ. ഇതെങ്ങനെയായാലും നമുക്ക് മുന്നിൽ വരുന്നത് നിത്യാനന്ദൻ, കലാമണ്ഡലം നിത്യാനന്ദൻ എന്നറിയപ്പെടുന്ന ഒരു കൊട്ടുകാരൻ. എൻ്റെയൊക്കെ അധ്യാപനത്തിൻ്റെ ആദ്യകാലത്ത് ഉണ്ടായ ദിനക്കാലത്ത് വളരെ സ്നേഹപൂർവ്വം, ഇനി അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഒരു പക്ഷേ ശിക്ഷയും ഉണ്ടായിട്ടുണ്ടാവും, എങ്ങനെയും വളരെ കുട്ടിയായിരുന്ന കാലത്ത് കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ വളരെ സ്നേഹപൂർവ്വം പെരുമാറിയിരുന്ന വ്യക്തിയാണ് നിത്യാനന്ദൻ. അദ്ദേഹത്തിൻ്റെ അച്ഛനുമായും കുടുംബവുമായും ഒക്കെ ധാരാളം അടുപ്പമുണ്ടായിരുന്നു. ഇങ്ങനെയിൽ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ പിന്നീടും ഇവരൊക്കെ നേരിൽ വല്ലപ്പോഴും കാണുന്നത്. എങ്കിലും ആ നിത്യാനന്ദനാണ് ഇന്ന് നമ്മുടെ വർത്തമാനത്തിലെ അതിഥി. അദ്ദേഹം കലാമണ്ഡലത്തിൽ 3 വർഷം മാത്രമാണ് ചെണ്ട പഠിക്കുകയുണ്ടായിട്ടുള്ളത്. തുടർന്ന് പരിപാടികളിൽ പങ്കെടുത്ത് അദ്ദേഹം വടക്കോട്ട് പോവുകയാണ് ഉണ്ടായത്. അതായത് കണ്ണൂർ പയ്യന്നൂർ ഭാഗത്ത് ഉത്സവ മേളങ്ങളിൽ നിറസാന്നിധ്യമായി നിത്യാനന്ദൻ ഉണ്ട്. സദനം രാമേന്ദ്രേട്ടൻ്റെ ഒപ്പം, മട്ടന്നൂർ ശങ്കരേട്ടൻ്റെ ഒപ്പം, പിന്നെ അങ്ങനെ നിരവധി കലാകാരന്മാർക്കൊപ്പം വേദി പങ്കിട്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കലാമണ്ഡലം നിത്യാനന്ദൻ. അദ്ദേഹത്തിന് നമുക്ക് പലർക്കും പല കഴിവുകളുണ്ടാവും, പക്ഷെ അതിനെ ഉണർത്തുന്ന അല്ലെങ്കിൽ അതിന് വളം കൊടുക്കുന്ന ഒരു സാഹചര്യം നമുക്ക് പലപ്പോഴും ഉണ്ടാകാറില്ല. ഈ നിത്യാനന്ദൻ അങ്ങനെ ഒരു വ്യക്തിയാണ്, ഒരു സാധു വ്യക്തിയാണ്, നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ്, മറ്റ് യാതൊരു പ്രശ്നങ്ങളില്ലാത്ത വ്യക്തിയാണ്. കഥകളിക്കൊട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ കലാമണ്ഡലത്തിലായതുകൊണ്ട്. പിന്നെ ഉത്സവത്തിൻ്റെ മേളങ്ങൾ, വിവിധ തരത്തിലുള്ള മേളങ്ങൾ, ഇതൊക്കെ അദ്ദേഹം പങ്കെടുത്ത് ഇടന്തല കൊട്ടുന്നതിനേക്കാൾ വലന്തലയും വലത്താളവുമാണ് അദ്ദേഹം ധാരാളം ചെയ്തിട്ടുള്ളത്. അതിനൊക്കെ പുറമെ ഈ ഭാഗത്തുള്ള പാലക്കാടൻ ഭാഗത്തുള്ള പാനയിൽ നല്ല പരിചയമുള്ള ആളാണ്. വടക്കൻ ഭാഗത്തുള്ള തിടമ്പ് നൃത്തത്തിൽ അതിൻ്റെ എല്ലാ വശങ്ങളും കൃത്യമായി അറിയുന്നതാണ്. ഈ മധ്യകേരളത്തിലുള്ള അല്ലെങ്കിൽ പാലക്കാടൻ ഭാഗത്തുള്ള അയ്യപ്പൻ വിളക്കിൻ്റെ ചടങ്ങുകളും അതിൻ്റെ മേളങ്ങളും നൃത്തങ്ങളും തുടങ്ങിയവയ്ക്ക് കൊട്ടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. സാധാരണ പോലെ പഞ്ചാരി, പാണ്ടി തുടങ്ങിയ മേളങ്ങൾക്ക് പുറമെ മറ്റ് അടന്ത, ധ്രുവം, അഞ്ചിടന്ത തുടങ്ങിയ മേളങ്ങളും, അങ്ങനെ വിവിധ തരത്തിലുള്ള മേളങ്ങൾ അറിയുന്ന വ്യക്തിയാണ്. ഇതൊക്കെ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ധാരാളം കഴിവുള്ള വ്യക്തിയാണ് നിത്യാനന്ദൻ.
പക്ഷേ നമുക്ക് പലപ്പോഴും അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ വളം അത് ഉദ്ദീപിപ്പിക്കാനുള്ള സാഹചര്യം പലർക്കും പലപ്പോഴും കിട്ടാത്തത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ വരുന്നു എന്നേ ഇപ്പോൾ തൽക്കാലം പറയാനുള്ളൂ. എങ്ങനെയും ആ നിത്യാനന്ദൻ്റെ വർത്തമാനത്തിലേക്ക് നമുക്ക് കിടക്കാം. അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ദേവനാഥൻ എന്ന സ്കൂൾ അധ്യാപകനാണ്. ഈ നിത്യാനന്ദനെ വളരെ കൃത്യമായിട്ടറിയുന്ന, അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ കൃത്യമായിട്ടറിയുന്ന ദേവനാഥൻ നല്ല ഒരു കലാഹൃദയമുള്ള വ്യക്തിയാണ്. സ്കൂൾ അധ്യാപനത്തോടൊപ്പം അദ്ദേഹം കലാമേഖലയുമായും സാംസ്കാരികപരമായുമുള്ള ഇടപെടലുകൾ നടത്തുന്ന വ്യക്തി കൂടിയാണ്. നിത്യാനന്ദൻ്റെ ഉയർച്ചയും വളർച്ചയും കണ്ട് സന്തോഷിക്കുന്ന വ്യക്തി കൂടിയാണ് ഈ ദേവനാഥൻ എന്ന സ്കൂൾ അധ്യാപകൻ. സൗമ്യശീലനായിട്ടുള്ള അദ്ദേഹമാണ് നമ്മോട് ഈ നിത്യാനന്ദന് നമുക്ക് വേണ്ടി നിത്യാനന്ദനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എങ്ങനെയും ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. വായ്ത്താരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വായ്ത്താരിയുടെ പുതിയ അധ്യായം കലയും കലാകാരന്മാരും. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് രായിരുന്നല്ലൂർ നടുവട്ടം ദേശത്തെ കലാമണ്ഡലം നിത്യാനന്ദൻ എന്നും ബാബു എന്ന് വിളിപ്പേരിലും അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ജീവിത കഥയും അദ്ദേഹം കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ വായ്ത്താരിയിലെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിത്യാനന്ദൻ ഞങ്ങളുടെ നാട്ടുകാരനാണ്. മാത്രമല്ല കുറേ വർഷങ്ങളായി ചെണ്ടകലയുടെ കുലപതി എന്ന് തന്നെ നടുവെടുത്തുകാർക്ക് പറയാൻ പറ്റുന്ന രീതിയിലെത്തിയിട്ടുള്ള നിത്യാനന്ദൻ്റെ ചെറുപ്പം മുതൽക്ക് ഇന്ന് വരെയുള്ള ഈ കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തുക. അതാണ് ഇന്നത്തെ ഈ അധ്യായത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ചോദിക്കാനുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് ഈ വാദ്യകലയിലേക്ക് എത്തിപ്പെട്ടതെന്നുള്ള അതാണ് നമുക്ക് ആദ്യം ചോദിക്കാനുള്ളത്. വാദ്യകലയിലേക്ക് കുട്ടിക്കാലം മുതൽ ഉത്സവങ്ങൾ കണ്ട അയ്യപ്പമുളക്കൊക്കെ കണ്ട ഇതുകൊണ്ട് പരിചയമുണ്ട്. അങ്ങനെയൊക്കെ 12-ാം വയസ്സിൽ അമ്മയുടെ ചെറിയച്ഛൻ്റെ മകൻ മുത്തച്ഛൻ്റെ അടുത്ത് തിരുവിച്ചിൽ പാനയുടെ തിരുവിച്ചിൽ പഠിക്കാൻ വന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനും തിരുവാനും കുറേശ്ശെ അതിൻ്റെ താളം കൊട്ടിപ്പിടിക്കാനും പഠിച്ചു. അങ്ങനെ ഇതിലേക്ക് തുടക്കം ആയിരുന്നു. ചെറുപ്പം മുതലേക്ക്? ചെറുപ്പം 12-ാം വയസ്സിൻ്റെ മുന്നേ തന്നെ ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നു, കണ്ട് താല്പര്യം ഉണ്ടായിരുന്നു. അയ്യപ്പമുളക്കിനൊക്കെ പോയിട്ടും പിന്നെ തെക്കേ മുത്തശ്ശേരാവിലെ തായ്പിലേക്ക് പോയിട്ട് അവിടെയൊക്കെ പോയിട്ട് വാദ്യം കണ്ട് മേളം തായമ്പയൊക്കെ കണ്ടിട്ടുള്ള. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് പറഞ്ഞപ്പോൾ കുട്ടി പഠിക്കണമെന്ന് പറയേണ്ട ഒരു അവസരം ഉണ്ടായോ അവരോട്? ആരോടെങ്കിലും അങ്ങനെ ആവശ്യമില്ല. അപ്പോൾ ഈ തിരുവത്തിൽ പഠിക്കാൻ ചെറിയച്ഛൻ്റെ മുത്തച്ഛൻ്റെ അനിയൻ്റെ മകൻ മോഹനൻ, കൊടുമുണ്ട മോഹനൻ എന്നാണ്, വന്നു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ കലാണ്ടിൽ ഇങ്ങനെ അപ്പോയിൻമെൻ്റ് ഉണ്ട്, ഞാൻ പോകുന്നുണ്ടെന്ന് നമ്മുടെ അമ്മോട് പറഞ്ഞു. എന്നാൽ ബാബുവിനെയും കൂട്ടിക്കോ എന്ന് പറഞ്ഞു. ഓ, അത് ശരി. അങ്ങനെയാണ് കലാമണ്ഡലത്തിലേക്ക് പോകേണ്ട, കലാമണ്ഡലത്തിലേക്ക് അങ്ങനെ പെട്ടതാണ്. ശരിക്ക് പഠിക്കണമെന്ന് ആരോടും പറഞ്ഞിട്ടല്ല, ആരോടും പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ വീട്ടിൽ കുറേശ്ശെ തുടങ്ങി. ഗണപതി കൈയും തക്കിട്ട അങ്ങനെ കുറേശ്ശെ തുടങ്ങി കേട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പോഴാണ് ഇങ്ങനെ കലാമണ്ഡലത്തിൽ ഡാൻസ് ഉണ്ട്, ഞാൻ പോകണ്ടെന്ന് മോനേട്ടൻ പറഞ്ഞു. അപ്പോൾ അമ്മമ്മ പറഞ്ഞു, എന്നാൽ ബാബുനെയും കൂട്ടിക്കോ. ഓ, അത് ശരി. അങ്ങനെ കലാമണ്ഡലത്തിൽ എത്രാം ക്ലാസ്സിലാണ് ചേർന്നത് അവിടെ? അന്ന് ഞാൻ 8ന്ന് പാസ്സായിട്ടാണ്, 8ലേക്ക് പാസ്സായിട്ട് 8ൽ പാസ്സായി 82 അവിടെ ചേർന്നു. എത്ര വർഷം അവിടെ പഠിച്ചു? അവിടെ 3 വർഷം. 3 വർഷം അവിടെ പഠിച്ചു. 4 വർഷത്തെ കോഴ്സാണ്, 3 വർഷമേ പഠിച്ചുള്ളൂ. അത് ശരി. ആ ബാച്ചിൽ എത്ര കുട്ടികളുണ്ടായിരുന്നു ശരിക്ക്? എത്ര കുട്ടികളുണ്ടായിരുന്നു നിങ്ങൾ ആ ക്ലാസ്? എൻ്റെ ബാച്ചിൽ അന്ന് 7 പിള്ളേരായിട്ട് എനിക്ക് ഓർമ്മ ഉള്ളത്. 7 ആൾക്കാർ, 7 കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ ഓർമ്മ ഇപ്പോൾ ഉള്ളൂ. നമ്മുടെ നടുവട്ടത്ത് ഒരുപാട് കലാകാരന്മാരുണ്ട്, പേര് കേട്ടോ. അവരെയൊക്കെ ഓർമ്മ ഉണ്ടോ?
കലാമണ്ഡലം നാരായണൻ. കുറച്ചൊക്കെ ഓർമ്മ. അദ്ദേഹത്തെ കണ്ടൊരു ഇതൊന്നും അതുണ്ട്, അവരെ കണ്ടല്ലേ. ഞങ്ങൾ കലാമണ്ഡലം പള്ളിയിൽ അവിടെ ഉണ്ട് ആശാൻ. ആ, അവിടെ കലാമണ്ഡലത്തിലുണ്ടായിരുന്നു. മണ്ഡലത്തിൻ്റെ ആളാണ്. നമ്മൾ വളരെയേറെ പേര് കേട്ട ഒരാളാണ്. നമ്മുടെ അമ്പലത്തിലൊക്കെ രായിരുന്നൂർ ദുർഗാദേവ ക്ഷേത്രത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ വക ഒട്ടൊക്കെ കാര്യമായിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് കണ്ട ഓർമ്മയുണ്ട്, ഒരുപാട് ഓർമ്മയുണ്ട്. പിന്നെ ചന്ദ്രശേഖര വാരാശൻ, ചന്ദ്രശേഖര കോട്ടയ്ക്കൽ അവരൊക്കെ ഉണ്ട്. പിന്നെ മനക്കലെ രാമന്തിരി മേനിപ്പാട്, മധുസൂദനൻ, അവരൊക്കെ അതെ പേര് കേട്ട ആളുകൾ തന്നെയാണ്. അവരൊക്കെ വധികലയായിട്ട് ബന്ധപ്പെട്ട ആളുകളുമായി കൂടെ പ്രവർത്തിച്ചിട്ടൊന്നുമില്ല, അറിയാം, അത്രയേ ഉള്ളൂ. ഈ 3 കൊല്ലം അവിടെ നിന്നിട്ട് പഠിക്കുന്നതായിരുന്നു, കലാമണ്ഡലത്തിൽ അവിടെ നിന്നിട്ട്. വേറെ എന്തെങ്കിലും പഠിച്ചിരുന്നു അതോ? ഇല്ല, വെറും ചെണ്ട മാത്രം. അത് ചെണ്ട എന്ന് പറയുന്നത് നമ്മൾ കഥകളി ചെണ്ട, അടിസ്ഥാനമായി കുറച്ച് പഠിപ്പിക്കും, കഥകളി ചെണ്ട. അതാണ് മെയിനായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് പിന്നെ തായമ്പുകയിലേക്ക് പോരാൻ പറ്റുമോ? തായമ്പുക എന്നുള്ള ആ വാദ്യകലയിലേക്ക് അടിസ്ഥാന തായമ്പുകൾ പറഞ്ഞു തരും. പിന്നൊക്കെ യുക്തിയനുസരിച്ച് മനോധർമ്മം പോലെയൊക്കെ കൊട്ടി ഉണ്ടാക്കലാണ്. അതിൻ്റെ അടിസ്ഥാന തായമ്പ പറഞ്ഞു തരും. ഈ 3 കൊല്ലം അവിടെ പഠിക്കുമ്പോൾ അവിടെ നിന്ന് പഠിക്കാൻ, വീട്ടിലേക്ക് വരല് അവിടെ നിന്ന് പഠിക്കാൻ എപ്പോഴേലും വരും വീട്ടിലേക്ക്. അതിനനുസരിച്ച് വീട്ടിൽ മറ്റുള്ളവരുടെ ഒപ്പം ഇവിടെ വരുന്ന സമയത്ത് അമ്മ ഒരു കൂട്ടാൻ വരും. അപ്പോൾ ചെറിയച്ഛൻ്റെ കുട്ട് കാണാനോ അങ്ങനെ എന്തെങ്കിലും അവസരങ്ങൾ ഉണ്ടാവലുണ്ടോ? അക്കാലത്തിൻ്റെ ചെറിയച്ഛൻ്റെ ഇവിടെ പട്ടാമ്പി ഏരിയയിലൊക്കെ ചെറിയച്ഛൻ്റെ അമ്മയുടെ ചെറിയച്ഛനാണ് കുറച്ച് തായമ്പയിൽ പേരെടുത്ത ആള്. അദ്ദേഹത്തിൻ്റെ കൂടെ പോവാനും അപ്പോഴൊന്നും ആയില്ല. ഇല്ല, കണ്ടുപരിചയം അവിടെ കണ്ടും കേട്ടുള്ള പരിചയം തന്നെയാണ്. നല്ല പിന്നെ കലാളിൻ്റെ കോഴ്സ് കഴിഞ്ഞ് വന്നിട്ട് അവിടെ കാവിൽ കൊട്ടാൻ പോകുമ്പോൾ അവരെ കൂടെ പോയി. 4 വർഷത്തെ കോഴ്സ് 3 വർഷം കൊണ്ട് നമ്മൾ അവിടെ അതിൻ്റെ പെട്ടെന്ന് അങ്ങനെ അത് അവിടെ ഈ സാഹിത്യം, പുരാണം, കഥകളിൻ്റെ മുദ്രകളൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് പഠിക്കാൻ മോശമായിട്ട് അങ്ങോട്ട് പോയത്. അപ്പോൾ അത് കൂടുതൽ മനസ്സിലേക്ക് കയറുന്നില്ല. അതിൽ പരീക്ഷയിൽ അതുകൊണ്ട് നമുക്ക് കുറവൊന്നും തോന്നുന്നില്ല. ഇല്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തത്? പിന്നെ ഞാൻ ഒരു കൊല്ലം വീട്ടിൽ നാട്ടിലായിരുന്നു. പിന്നെ തൃക്കണ്ടൂർ ഉത്സവത്തിന് വല്യച്ഛനെ മദ്ദളംകൂട്ട് സഹായിക്കാൻ വേണ്ടി പോയതാണ്. അവിടെ വല്യച്ഛൻ മദ്ദള അടിയന്തരക്കാരനായിരുന്നു അവിടെ. അപ്പം മൂപ്പർക്ക് ഉത്സവകാലത്ത് മദ്ദള അടിയന്തരത്തിന് സഹായിക്കാൻ പോയതാണ്. അപ്പോഴാണ് മട്ടന്നൂർ പഞ്ചാബ് സംഘം തിന്നവാദ്യ കലാകാരന്മാർ ഉത്സവത്തിന് വന്നിരുന്നു. മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാൻ, സദന രാമേന്ദ്രമാരാശാൻ, നീലേശ്വരം ബാലകൃഷ്ണേട്ടൻ, അങ്ങനെ കുറച്ച് ആൾക്കാർ, ഒരു 10-15 ആൾക്കാർ അവിടെ വന്നിരുന്നു. മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാൻ എന്ന് പറഞ്ഞാൽ അത്രയും പേര് അദ്ദേഹത്തിൻ്റെ കീഴിൽ അഭ്യസിക്കാനുള്ള. അപ്പോൾ വല്യച്ഛൻ പറഞ്ഞു, ഇങ്ങനെ കലാലയം പഠിച്ച് കോഴ്സ് മുമ്പിച്ചില്ല, വീട്ടിൽ അങ്ങോട്ട് നടക്കുക. അപ്പോൾ ഞാൻ വിളിച്ചോണ്ട് എന്നെ സഹായിക്കാന്ന് പറഞ്ഞപ്പോൾ സദന രാമേന്ദ്രൻ പറഞ്ഞു, എന്താ നമുക്ക് കൊട്ടിച്ച് നോക്കാം. അങ്ങനെ നീലേശ്വരം ഭാഷ കൊണ്ട് പറഞ്ഞു നമുക്ക് കൊട്ടിച്ച് നോക്കുക പറഞ്ഞു. എന്നോട് തൃക്കണ്ടിയൂർ ചണ്ടയപ്പോൾ കൊട്ടിച്ച് പൊട്ടിച്ച് അവിടെ അവസരം കിട്ടി. അപ്പോൾ അരങ്ങേറ്റം കഴിഞ്ഞില്ല പറഞ്ഞപ്പോൾ അരങ്ങേറ്റം കഴിക്കാനായി അവിടെ തന്നെ. അത് ശരി. അതെന്ന് ഈ ഉത്സവകാലത്ത് ഉത്സവത്തിന് അവിടെ പ്രദോഷമായി എന്നായിരുന്നു അരങ്ങേറ്റം. അത് ശരി. അവിടെ വെച്ചിട്ട് തന്നെ അപ്പം തന്നെ അത് ശരി അരങ്ങേറ്റം നിശ്ചയിച്ചു. അപ്പോൾ ഞാൻ പോയി കൃഷ്ണ പുലവാശായിരുന്നു കലാറിൻ്റെ മെയിൻ ആശാൻ. പിന്നെ ഉണ്ണീഷണ ആശാൻ ഉണ്ടായിരുന്നു, അച്ഛൻ്റെ പുലവാശാൻ, വാരണാസി മാധവൻ നമ്പൂരി, എല്ലാവരും കീഴിലും അന്ന് എല്ലാവരും മാറി മാറി ക്ലാസ് എടുത്തിരുന്നു. എല്ലാവരും കീഴിൽ. പിന്നെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ക്ലാസ്സിന്? ബാബു മാത്രം ഉണ്ടായിരുന്നു? അല്ലല്ല, കുട്ടികൾ കുറേ 10-15 കുട്ടികളുണ്ടായിരുന്നു. അവരൊക്കെ ഈ കലയ്ക്ക് എത്ര എത്തിയിട്ടാണോ വരുന്നത്? അല്ലല്ല, അവർ ചെറുപ്പം ആദ്യം തുടക്കമാണ്. അവർ 4 വർഷമായവരുണ്ട്, 3 വർഷമായവരുണ്ട്, 2 വർഷമായവരുണ്ട്. എൻ്റെ ബാച്ചിൽ 7 ആള്. ഇവിടെ ഇവരുടെ ആശാന്മാരൊപ്പം ഉണ്ടായിരുന്നത് നമ്മളിപ്പോൾ തൃക്കണ്ടിയൂർ അരങ്ങേറ്റം അല്ലല്ല, അവരൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ മട്ടന്നൂർ സെറ്റിലെ ആൾക്കാരായിരുന്നു. അവരുടെ ഒപ്പമായിട്ടുള്ള ശിഷ്ടകാലം മുഴുവൻ കലാകാലം വിട്ട പിന്നെ കലാകാലത്തിൽ അവിടെ ആരും ബന്ധിതില്ല. അല്ല, ഇവിടെ വന്ന് ഈ ആശാന്റെ ഒപ്പം കൂടി അവര് ഗ്രൂപ്പിലേക്ക് അങ്ങനെ അരങ്ങേറ്റം കഴിഞ്ഞ് അവർ ഗ്രൂപ്പിലേക്ക്. അപ്പോൾ പൊതുവാശാൻ പറഞ്ഞു രാമേന്ദ്രനാഥനോട്, നീ ഇവനെ കൂട്ടിക്കോ. അങ്ങനെ പറഞ്ഞാൽ രാമേന്ദ്രനാഥൻ എന്നെ കൂടെ കൂട്ടി. ശരി. രാമേന്ദ്രനാഥനും പൊതുവാശനായിട്ട് കുട്ടിക്കാലം പോലെ സദനത്തിൽ പഠിക്കുന്ന കാലത്ത് പരിചയമുള്ളതാണ്. വീട്ടിൽ പിന്നെ കുട്ടുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഉണ്ടായിരുന്നു? വീട്ടിൽ അച്ഛൻ കൊട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ ഏട്ടന്മാരും കുറേ ചെണ്ടക്കാരും മദ്ദളക്കാർ താളക്കാരനൊക്കെ ഉണ്ട്. അച്ഛൻ്റെ മരുമൻ ചെണ്ടക്കാരനാണ്. നമ്മുടെ അച്ഛൻ ചെണ്ടക്കാരനാണ്, നമ്മുടെ ചെറിയച്ഛൻ ചെണ്ടക്കാരനാണ്.
വല്ല ആദ്യകാലത്തിലെ ഏറെക്കുറെ നടുവട്ടത്തെ ആളാകൊണ്ട് കുറേയൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നിരുന്നാലും പിന്നെ ഇതിനെ ആരൊക്കെ പ്രോത്സാഹിപ്പിച്ചു എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. അച്ഛൻ കൂട്ടുണ്ടായിരുന്നു, പിന്നെ ചെറിയച്ഛന്മാര് കുടുംബത്തിലുള്ളവരൊക്കെ കുട്ടിൻ്റെ ആളുകളിലായിരുന്നു. വേറെ ആരെങ്കിലും നിങ്ങളുടെ ഇതിൽ ഇപ്പോൾ ബാബുവിൻ്റെ മേലുള്ള അവരാരെങ്കിലും ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് ആരും വന്നിട്ടില്ല, രംഗത്തേക്ക് വന്നിട്ടില്ല? ബാബു മാത്രമേ ഇപ്പോൾ ഈ കുട്ടിൻ്റെ ഇതിൽ വന്നിട്ടുള്ളൂ. പിന്നെ ഇപ്പം മോനെ കുറച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അരങ്ങേറ്റം കഴിഞ്ഞു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അവരൊപ്പം കൂടിയിട്ട് ഇപ്പം ഏകദേശം എത്ര വർഷമായി കണ്ണൂർ ആശാമാരൊപ്പം കൂടിയിട്ട്? ഏകദേശം ഒരു 25 പറഞ്ഞ 87 അവരുടെ കൂടെ പോയത്. ഇങ്ങോട്ട് ഇതുവരെ അവരുടെ കൂടെ തന്നെയാണ്. അപ്പോൾ എങ്ങനെ നമ്മളത് ചെയ്യല്? പിന്നെ സ്ഥിരമായിട്ട് ഞാൻ പോയ കാലം മുതൽ കൊല്ലത്തിലൊരാശങ്ക വരവുണ്ട്. ഓണത്തിനും വിഷുവിനും അല്ല, ഓണത്തിന് വരവുള്ളൂ. ബാക്കി ഇവിടെ രാമേന്ദ്രൻ്റെ സദനം രാമേന്ദ്രന്മാരാളെ വിളിക്കാൻ അയാൾ വീട്ടിൽ തന്നെയായിരുന്നു താമസം. അല്ലെങ്കിൽ ശങ്കരകുട്ടിയാസാറിൻ്റെ വീട്ടില് പരിപാടികളോ അങ്ങനെ അവിടെ തന്നെ ഡെയിലി അവിടെ തന്നെ സ്ഥിരമായിട്ട് പരിപാടികൾ അവിടെ ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം എന്താ ചെയ്യല്? നമ്മൾ ഇപ്പോൾ അവിടെ അവിടെ അങ്ങനെയല്ല താമസം. ഇപ്പം നമ്മുടെ വീട്ടിലാണ് താമസം. പരിപാടിക്ക് പോവും, എല്ലാ പരിപാടിക്കും പോവും. അത് അവർ പറയും പരിപാടിക്ക് വിളിക്കും അവിടെ തന്നെ. അപ്പോൾ ഒരുപാട് ഉത്സവങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളും അവിടുത്തെ ഉത്സവങ്ങളും നമ്മൾ വ്യത്യാസം ഉണ്ടായിരിക്കാം. എന്തൊക്കെ ഉത്സവങ്ങളാണ് അവിടെ കണ്ടിരിക്കുന്നത്? ഏതിലൊക്കെയാണ് പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ളത്? അവിടുത്തെ ഉത്സവങ്ങൾ പറഞ്ഞാൽ 7 ദിവസം കൊടിയേറിയ ഉത്സവങ്ങൾ അതേ സ്ഥലത്തും ഉണ്ടാവുക. ഇവിടങ്ങളിലെ ഉത്സവങ്ങൾ പറഞ്ഞാൽ പൂരങ്ങൾ അധികം, ഒറ്റ ദിവസത്തെ പൂരങ്ങൾ. മറ്റു ഉത്സവങ്ങൾ എണ്ണങ്ങളായിട്ട് 2-3 വാദ്യക്കാരായിട്ടൊക്കെ അധികം ഉണ്ടാവുക. പിന്നെ അവിടെ എല്ലാ മേളങ്ങളും മാറി കൊട്ടും. ഇവിടെ അധികം ഈ പഞ്ചാരി, പാണ്ടി, ചെമ്പ, അത്ര ചെറിയ മേളങ്ങളെ അക്കാലത്ത് തന്നെ. ഇപ്പം എല്ലാം മാറി വന്നു. ഇപ്പം എല്ലായിടത്തും എല്ലാ മേളങ്ങളും മാറി കൊട്ടാൻ തുടങ്ങി. മുമ്പ് ഞാൻ അവിടെ പഠിക്കുന്ന കാലത്തെ കാലം മുതൽ എല്ലാ മേളങ്ങളും വടക്കേ മലബാറിലെ കോഴിക്കോടിനപ്പുറം കൊയിലാണ്ടി അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇവിടെ വന്ന് അധികം വരാൻ പരിപാടിക്ക് പോകുമ്പോൾ ദുർലഭമേ ഉള്ളൂ. ഇവിടെ ഒഴിവുകൾ വരുമ്പോൾ ഇവിടെ അത്യാവശ്യം ഇവിടുത്തെ പുതുക്കുടി ഗോവിന്ദൻകുട്ടി എന്ന കുട്ടേട്ടൻ മൂപ്പരുടെ കൂടെ, അല്ലെങ്കിൽ സോമസുന്ദരൻ, അങ്ങനെ കുറച്ച് ആൾക്കാർ കൂടെ അങ്ങ് അത്യാവശ്യം പോലെ ഉള്ളൂ. അവിടെ എപ്പോഴും പഞ്ചാരി 3, 4, 5 അല്ലെങ്കിൽ പാണ്ടി, അത് മാത്രമേ അത്രയും ഞാൻ കൊട്ടിയിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറം ഇപ്പം മാറി വന്നു, എല്ലാം മാറി വന്നു. എല്ലാവരും മേളങ്ങളും ഇവിടെ എല്ലാവരും കൊട്ടാൻ തുടങ്ങി. അവിടെ മുമ്പേ അടന്ത, ചെമ്പ, അഞ്ചടന്ത, ധ്രുവം, കൽപ്പം, അങ്ങനെ ചെമ്പട, അത് ഒരുവിധമുള്ള എല്ലാ മേളവും ഓരോ ദിവസം മാറി കൊട്ടിക്കൊണ്ടിരിക്കും. എല്ലാ ഉത്സവങ്ങൾക്കും ഇതൊക്കെ ഉണ്ടാവും അല്ലേ? അവിടെ പങ്കെടുക്കുന്ന എല്ലാ ഉത്സവങ്ങൾക്കും അധികം ഉത്സവം ഞാൻ പങ്കെടുക്കും. ഏത് സമയങ്ങളിലായിരിക്കും ഉത്സവങ്ങൾ എന്ന് പറയുന്നത്? നമ്മളെ തന്നെയാണ്. ബാക്കിയുള്ള സമയങ്ങളിലോ? ബാക്കിയുള്ള സമയങ്ങളിൽ ഞാൻ പഠിക്കുകയും ചെയ്യുക, മറ്റുള്ളവർക്ക് പറഞ്ഞിട്ട് കുട്ടികൾക്ക് പൊട്ടിക്കലും അങ്ങനെ ആയിട്ട് നിന്നിരുന്നു. കുറേ വ്യത്യാസമുണ്ട് നമ്മുടെ നാട്ടിലെയും ഉത്സവങ്ങളും അതുമായിട്ട് മാറ്റമുണ്ട്, കുറച്ച് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ അച്ഛനും അച്ഛനൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ ഏത് തരത്തിൽ? ചെണ്ട കൊട്ടുകാരൻ അച്ഛൻ, വലിയച്ഛൻ മദ്ദളക്കാരനായിരുന്നു. അവരുടെ ഏട്ടൻ കോഴക്കാരനാണ്, അതിൻ്റെ ഏട്ടൻ എലത്താളക്കാരനാണ്. ഒരു വാദ്യകലയായിട്ട് എല്ലാം മാറി ബന്ധപ്പെട്ട ആളുകളാണ് അവര്. പിന്നെ അങ്ങനെ അവരൊപ്പം പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ? അച്ഛൻ്റെ ഒപ്പം അവസരം ഉണ്ടായിട്ടില്ല? ഇല്ല, അച്ഛൻ്റെ ഒപ്പം ഞാൻ കൊട്ട് പഠിപ്പിക്കും. അച്ഛൻ വാദ്യം കൊട്ട് നിർത്തി. മറ്റുള്ളവരപ്പോ അങ്ങനെ ഇവിടെ കുറവാണ്, വർഷങ്ങളുടെ ഒരു വലിയ ഭാഗം അവിടെ തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ ചെറിയച്ഛൻ്റെ മക്കളുടെ കൂടെ കുടുംബ മോനേട്ടൻ അവരുടെ കൂടെ പോകാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഇനി ഇപ്പോഴും അവിടെ തന്നെ തുടർന്ന് പോകണം. അവിടെ ശിഷ്യന്മാരുണ്ട്. ശിഷ്യന്മാരെ വെച്ചാൽ ചെറുതാഴം ചന്ദ്രേട്ടൻ തുടങ്ങിയപ്പോഴും ഞാൻ പഠിപ്പിക്കുക. അങ്ങനെയാണ്. ഞാൻ എവിടെയും ഞാൻ ദക്ഷിണ വാങ്ങി തുടങ്ങിയിട്ടില്ല. അദ്ദേഹം അവിടെ തുടങ്ങും, പിന്നെ ഞാൻ പഠിപ്പിച്ച് അരങ്ങേറ്റാകുമ്പോൾ. അത് ഏതൊക്കെ സമയങ്ങളിൽ? ഇപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ അവിടെ മുമ്പ് സ്ഥിരമായിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് താമസിച്ചിട്ട് പട്ടണ അമ്പലത്തിലെ അഗ്രശാലയിൽ നിന്ന് താമസിച്ച് കുറേ കുട്ടികൾ പഠിപ്പിച്ച് അരങ്ങേറ്റം കഴിപ്പിച്ചു. ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം അതില്ല. ശനി ഞായർ ഒഴിവ് ദിവസങ്ങളിൽ പോയിട്ട് പൊട്ടിക്കില്ല. അതിന് കുട്ടികൾ തയ്യാറായിട്ടുണ്ട്. ഈ നിങ്ങളുടെ കാലത്ത് ഇപ്പോഴത്തെ കാലത്തെയും വെച്ച് നോക്കുമ്പോൾ കുട്ടികൾ എത്ര ഉണ്ട് ഇതിൽ ആത്മാർത്ഥയോടെ ഇപ്പം ഇന്നത്തെ കാലത്ത് എത്തുണ്ടായില്ലേ? ആത്മാർത്ഥ കുട്ടികൾക്ക് വേണം, പക്ഷെ പ്രയത്നിക്കാൻ സമയമില്ല അവർക്ക്. മുമ്പ് ഞാൻ പഠിക്കുന്ന കാലത്ത് 4:30-5 മണിക്ക് നിന്ന് സാധനം ചെയ്യാനൊക്കെ
പോകണം. ഇന്ന് അധികം മക്കൾക്ക് സാധനം ചെയ്യാൻ പറഞ്ഞാൽ രാവിലെ ഞാൻ നീക്കില്ല വരില്ലേ മാഷേ, എനിക്ക് വരില്ലേ, എനിക്ക് പഠിക്കാനുണ്ട്. എന്നാൽ വന്ന് കൊട്ടും ക്ലാസ്സൊക്കെ നടക്കും, എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ രാവിലെ എഴുന്നേറ്റ് പ്രയത്നിച്ച് ഇതിനായിട്ടുള്ള തയ്യാറെടുപ്പ് വളരെ കുറവാണ്. എല്ലാവർക്കും വേണം. ഇത് കഴിഞ്ഞാൽ തായമ്പ അരങ്ങേറ്റം കഴിഞ്ഞു, അല്ലെങ്കിൽ മേളം അരങ്ങേറ്റം കഴിഞ്ഞു, ഒരു 90% ആൾക്കാരും അവർ വേറെ ജോലി ആൾക്കാരാണ്. പിന്നെ ജോലിയിൽ നിന്ന് വന്നിട്ട് ഉത്സവകാലത്ത് വന്ന് കുറച്ചു നേരം കൊട്ടുക, അങ്ങനെയുള്ള ആൾക്കാരാണ് ഞാൻ അധികം കണ്ടിട്ടുള്ളത്. അതെ, അവിടെയും ഇവിടെ ഏകദേശം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ കാലത്തിനിടയ്ക്ക് എത്ര കുട്ടികളെ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും? ശിഷ്യന്മാരായിട്ട് അവർ അരങ്ങേറ്റം കഴിഞ്ഞിട്ടുണ്ടാവും. 100-150-300 കുട്ടികളെ അവരൊക്കെ ജോലികളായിട്ട് പോയി ചെറുതായ ചന്ദ്രത്തിന് തുടങ്ങും. മേള അധികം മേളക്കാരാണ് വേണ്ടിയില്ല. അത് ശരി. അതിനകത്ത് ഉത്സവത്തിന് അവരെ ഉത്സവങ്ങൾക്ക് കൊട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മേളം പഠിക്കുക. അത് പഞ്ചാരി മേളം അധികം ഉണ്ടാവുക. അതിന് താല്പര്യം പറയും എനിക്ക് 5 പഠിക്കാൻ മാഷാരെ അപ്പോൾ അത് പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ തായമ്പക എന്നുള്ള അതിലേക്ക് പൊതുവെ കമ്മിയാണ് കുട്ടികൾ. പിന്നെ അവർ കഴിഞ്ഞാൽ ഇതിപ്പോൾ ഉത്സവം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിനെ പറ്റിയില്ല. പിന്നെ അടുത്ത ഉത്സവത്തിനേ വേണ്ടു. ഇതിനോട് കുറച്ച് ഒരു 100 ആൾക്ക് ഇതിനായിട്ട് പഠിപ്പിച്ച ആൾക്കാർ ഇതിന് പോകുന്നുണ്ട്. ഇതുകൊണ്ട് ജീവിതം മുന്നോട്ട് പോവാന്നുള്ള അധികം മാരാന്മാര് അവരുടെ അമ്പലം സ്ഥിരമായിട്ട് ഉപേക്ഷിക്കാത്ത കുറെ ആൾക്കാരുണ്ട്. എന്തായാലും വേണം, ആവശ്യമാണെന്നുള്ള നിലയ്ക്ക് അങ്ങനെയുള്ള ഇപ്പൊ പോകുന്നു. ഇപ്പൊ അവിടെ കുട്ടികൾ പഠിപ്പിക്കുന്നവരുണ്ട്. അത് ശനി ഞായർ ഞായറാഴ്ച ക്ലാസ് ഇങ്ങോട്ട് പോരുകയും ചെയ്യും. അവിടെ അതിന് രാവിലെ കുട്ടികൾ റെഡിയാവും. അതിപ്പോ പഠിപ്പിക്കുന്നത് ഓരോ അമ്പലങ്ങളിലാണ്. ഓരോ സ്ഥലത്തും നമ്മൾ ചെന്നിട്ട് അവിടെ പഠിപ്പിക്കും. എന്നിട്ട് നമ്മൾ പോരും. അവരത് പ്രാക്ടീസ് ചെയ്യാൻ ചെല്ലുമ്പോൾ മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരു പോരായ്മ ഉണ്ട് ശരിക്കും. കാലത്തിന്റെ വ്യത്യാസം ഇവിടെ ഇപ്പൊ പഠിപ്പിക്കുന്നില്ലേ? ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. എത്ര? ഇവിടെ ഒരു 5 ആള് പഠിപ്പിക്കും. 3 തായമ്പ അരങ്ങേറ്റ നവരാത്രിക്ക് ഉണ്ട്. അത് അവരും ഒക്കെ തന്നെയാണ്. അവർക്ക് ഇവിടുത്തെ ക്ലാസ് തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും വൈകുന്നേരം പ്രാക്ടീസ് എല്ലാ ദിവസവും വൈകുന്നേരം കിട്ടും. 30 കൊല്ലമായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പേര് കേട്ട വാദ്യ കലാകാരന്മാരൊക്കെയാണ്. അവരോടൊപ്പമൊക്കെ നമുക്ക് സേവനം ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കാൻ. ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് പോകാൻ തന്നെ മട്ടന്നൂർ ശങ്കരാചാര്യൻ്റെ കൂടെ, നീലേശ്വരം ബാലകൃഷ്ണന്മാരെ അങ്ങനെ ആൾക്കാർക്ക് കൂടെ, അവരുടെ കൂടെ എല്ലാ ഉത്സവത്തിനും അവരുടെ കൂടെ. അന്ന് ഏത്താളം വലന്തല അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ കൂടി പിന്നെ ഒരു 5-6 കൊല്ലം കഴിഞ്ഞപ്പോൾ കൊയിലാണ്ടി, കൊരയങ്ങാട് ആരൊക്കെ ആയിരുന്നു ഒപ്പുണ്ടായിരുന്നത്? അന്ന് മട്ടന്നൂർ സെറ്റുണ്ട്. കൊയിലാണ്ടി ഭാഗത്ത് കുറേ വാദ്യക്കാരുണ്ട്. അവിടെ 2 പന്തി മേളത്തിന് എനിക്ക് ചെണ്ട കൊട്ടാൻ ചാൻസ് കിട്ടി. അന്ന് ഞാൻ ശങ്കരാചാര്യൻ്റെ പന്തിയിലായിരുന്നു കൊട്ട്. അന്ന് ഒരു പന്തിയിൽ ശങ്കരാചാര്യനും മറ്റേ പണ്ടിയിൽ കൊണ്ടമ്പള്ളി കുഞ്ഞിഷ്ടന്മാർ പറഞ്ഞ ആളായിരുന്നു പന്തിയിൽ. ഇതിനെപ്പറ്റി ചെണ്ട മേളത്തിന് 1-2 ആയിട്ട് ചെണ്ട ഇടനിലമ്പ് കൊട്ടാൻ ചാൻസ് കിട്ടില്ലേ. അപ്പോൾ ഓരോ കലാശം കഴിഞ്ഞാൽ 2 പന്തിക്ക് പ്രത്യേകത ഉണ്ട്. ഒരു കലാശം കഴിഞ്ഞാൽ അപ്പം നിർത്തിക്കൊള്ളണം. ഓ ശരി. പിന്നെ അത് തുടങ്ങാൻ മറ്റേ പന്തി തുടങ്ങാം. അങ്ങനെ വലിയ വലിയ കുഞ്ഞേഷന്മാരെ, കൊണ്ടമ്പള്ളി, കടമേരി കുഞ്ഞിരാമാരാര്, ബാലശ്രീദാസൻ, പരസ്പരം വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഇവരൊക്കെ ശൈലിയിൽ വലിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഈ അതിന് വ്യത്യാസിച്ച മേളത്ത് അവിടെ കൊയിലാണ്ടി ഭാഗത്ത് ഈ വികൃതി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. മേളത്തിൻ്റെ ഇടയിൽ ഒരു വികൃതി, മേളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ചെറിയ വികൃതി തന്നെയാണ്. ഞാൻ അതുവരെ അന്ന് കൊട്ടിയില്ല. അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെ കൊട്ടാൻ ചാൻസ് കിട്ടി. അത് ശരി. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്. അതെ, ഇതിനോടൊപ്പം ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്ന് മനസ്സ് വെച്ച് കൊട്ടണം. അല്ലെങ്കിൽ ആശാമാരെ കൂടെ കൊട്ടണം. അവർ ചെയ്യുന്നതാണ്. അതെ, അവിടെ ഉത്സവത്തിന്റെ 2 പന്തിക്കുള്ള പതിവാണ്. ശരി. ഇപ്പം 3-ാം കാലത്തിലും 4-ാം കാലത്തിലൊക്കെ ഒരു വികൃതിയായിട്ട് നടവെച്ച് കൊട്ടുക, തകർത്ത കൊട്ടുക, അങ്ങനെ പല അനുഭവം ഉണ്ടായിട്ടുണ്ട്. തായമ്പകയുടെ കാര്യം വരികയാണെങ്കിൽ അങ്ങനെ അവരൊപ്പം കൊട്ടാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഞാൻ സിംഗിളായിട്ട് ചെറിയ ഉത്സവങ്ങളൊക്കെ മാത്രം സിംഗിളായിട്ട് കൊട്ടലുണ്ടായിട്ടുള്ളൂ. വലിയ വലിയ ഉത്സവങ്ങൾക്ക് പിന്നെ വലിയ വലിയ ആൾക്കാർ ആ സമയം സമയം വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്മാറും. അവരോടൊപ്പം ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ ഉത്സവങ്ങൾക്കൊക്കെ ഒരുപാട് തായമ്പ കൊട്ടിയിട്ടുണ്ട്. ശരി.
അവരിപ്പോൾ നമുക്ക് സഹായിക്കാൻ വട്ടം പിടിക്കാം, എല്ലാവരും വട്ടം പിടിക്കാൻ പോകുന്നു, വാതിൽത്തല പിടിക്കുക, എല്ലാം സഹായിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഇനി തുടർന്ന കാര്യങ്ങൾ ഇത് ഇവരായിട്ട് മുന്നോട്ട് പോകുക തന്നെയാണ് ഇപ്പോഴും അല്ലേ? കണ്ണൂർ, അതെ, കണ്ണൂർ ഭാഗത്തന്നെ അധികം കോട്ടകൾ ഉത്സവങ്ങൾക്ക് തന്നെ പോകുക. അപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ മിക്ക ദിവസങ്ങളിലും മാസങ്ങളും അവിടെ തന്നെ പോകും. ഇപ്പം നമ്മൾ ഇവിടുന്ന് വിട്ട് കേരളത്തിൽ നിന്ന് വിട്ടിട്ട് കേരളത്തിൻ്റെ ഒരുവിധം എല്ലാ ഭാഗത്തും ഈ പാലക്കാട് ഇങ്ങോട്ട് വടക്കോട്ടേ ഉള്ളൂ. വടക്കോട്ട്. പിന്നെ തൃശ്ശൂർ ഭാഗത്തേക്ക് അധികം പോയിട്ടില്ല. ഇവിടുന്ന് പുറത്താണെങ്കിലോ, കേരളത്തിന് പുറത്താണെങ്കിലോ ഡൽഹി, ഗുജറാത്ത്, ബറോഡ, പിന്നെ കോയമ്പത്തൂര്, ബീഹാർ, അങ്ങനെയുള്ള അതൊക്കെ ഈ ഉത്സവങ്ങളായിട്ട് അവിടുത്തെ ഉത്സവങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടോ, അവിടുത്തെ അമ്പലങ്ങളിലെ ഉത്സവങ്ങളായി ബന്ധപ്പെട്ടിട്ടോ? അത് ഡൽഹി ഉത്സവത്തിലാണ്. ഡൽഹി മയൂർ വിഹാർ ഉത്സവം, ആർക്കേപുരം ഉത്സവം, അങ്ങനെ ഉത്സവങ്ങളൊക്കെ ഓരോ സ്ഥലത്തും ഉത്സവം. അതേപോലെ ബാംഗ്ലൂരും ഉത്സവത്തിനൊക്കെ ആയിട്ട് പോയിരുന്നു. പിന്നെ കോയമ്പത്തൂർ ഉത്സവമാണ്. എന്നാൽ ഈ ബറോഡ, ഗുജറാത്തിൽ നിങ്ങൾ ഉത്സവം അയ്യപ്പവിളക്കോളാണ്. മണ്ഡലകാലത്ത് അയ്യമ്പളക്കിനാണ് പോവുക. അത് പല 10-15 വിളക്കിന് ഒന്നിച്ചൊരു മാസക്കണക്കിനായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഡിസംബർ തുറന്നു കഴിഞ്ഞാൽ വിളക്ക് സീസണായാൽ അങ്ങോട്ട് പോകും. അത് എങ്ങനെ ഇവർ ആശാമാരെ കൂടെ അവിടെ തന്നെ സംഘത്തിൻ്റെ ഒപ്പം തന്നെ പോരും. അത് 2-3 മാസമൊക്കെ ജനുവരി 40 ദിവസം അതിനുള്ളിൽ ഉണ്ടാവും. അത് പ്രത്യേകിച്ച് ഇവിടേക്കൊന്നുമില്ല, ഡൽഹിയിലേക്കൊന്നും അത് ഇല്ല. ഡൽഹിക്ക് ഇവിടെ അയ്യമ്പളക്കിന് എത്ര പ്രസക്തി ഉണ്ട്? നമ്മൾ ഈ കണ്ണൂർ ഭാഗത്തേക്ക്, മലബാർ കണ്ണൂർ അയ്യമ്പളക്കില്ല. ഇല്ല 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 കണ്ണൂർ ഭാഗത്ത് അയ്യമ്പളക്കില്ല. അയ്യമ്പളക്ക് ഈ പാലക്കാടൻ ഏരിയയിലേ ഉള്ളൂ, അത് കാര്യമായിട്ടുള്ളൂ. പിന്നെ മലപ്പുറം, ഇപ്പം കഷ്ടിച്ച് മലപ്പുറം ഭാഗത്തേക്ക് അയ്യമ്പളക്കിൻ്റെ ഇല്ല. ഈ പാന എന്ന് പറയുന്നത് അത് പാനി ഈ ബൈക്ക് തന്നെയുള്ള പാലക്കാട് ഭാഗത്ത് ഇല്ല. അവിടെ തടമ്പ് നിർത്താണ്. ശരി, ഉത്സവത്തിൽ തടമ്പ് നിർത്താണ്. അതിന് താളം ചെറിയ ചെമ്പടയിൽ നിന്നും വ്യത്യസ്തമായ ചെമ്പടയുടെ കണക്ക് നോക്കുമ്പോൾ ചെമ്പട തന്നെയാണ്. തകലടി എന്ന് പറയും. അതിൻ്റെ കണക്ക് നോക്കുമ്പോൾ ചെമ്പട നീളം തന്നെ വരും. 4 ചെമ്പടയുടെ നീളം വരിക. പക്ഷെ അവിടെ താളത്തിൻ്റെ പേര് തകിലടി എന്നാണ്. ശരി. അതിൽ നൃത്തം വയ്ക്കും. അത് കഴിഞ്ഞ് അടന്തയിൽ നൃത്തം വയ്ക്കും. അത് ചെണ്ടവാദ്യം തന്നെയാണ് പേര്, തകിലടി എന്നുള്ള പേര്. അതിൻ്റെ താളത്തിൻ്റെ പേര് ഇപ്പോൾ ചെമ്പത, അടന്ത, ചെമ്പട, അങ്ങനെ പേരുണ്ട്. അതിന് അതുപോലെ തകിലടി എന്നൊരു താളത്തിൻ്റെ പേര്. ശരി. അതിൽ നൃത്തം വയ്ക്കും. അത് താളം കണക്കാക്കി എണ്ണി വരുമ്പോൾ ചെമ്പട നീളമായിട്ടാണ് വരിക. അതേപോലെ അടന്തയിൽ നൃത്തം വയ്ക്കും, ചെമ്പടയിൽ നൃത്തം വയ്ക്കും. പിന്നെ പഞ്ചാരി വട്ടം, അങ്ങനെ 4 കാലത്തിൽ ആയി ഉത്സവങ്ങൾ നല്ല പൂരമില്ല. പൂരം അവിടെ പൂരമായിട്ട് ഉത്സവങ്ങളായിട്ടാണ്. കൊടിയേറി ഉത്സവങ്ങൾ അധികം ഉണ്ടാകും. ആനപ്പൂരം അങ്ങനൊന്നുമില്ല. കാളാവ് അങ്ങനെ വേലൊന്നുമില്ല. അത് കഴിഞ്ഞ് ഉത്സവത്തിന്റെ ലാസ്റ്റ് തടമ്പ് നൃത്തം. അതോടെ അവസാനിക്കുന്നത്. അത് ഒരുവിധം എല്ലാ ക്ഷേത്രങ്ങളും ഇവിടെ നമുക്ക് ഈ പാലക്കാട് ജില്ലയിൽ പാലക്കാട് ജില്ലയിൽ ഉത്സവങ്ങളുണ്ട്. അതിന് പോകാൻ പറ്റിയിട്ടുണ്ടോ? പോയിട്ടുണ്ടോ പല സന്ദർഭങ്ങളിലും? അത്യാവശ്യം പോയിട്ടുണ്ട്. അത് ആരുടെ കൂടെ ആയിരുന്നു? ഞാൻ പറഞ്ഞില്ലേ, കുട്ടേട്ടൻ്റെ കൂടെ വിളക്കിന് പോയിട്ടുണ്ട്. ഈ സോമസുന്ദരൻ്റെ കൂടെ ഇവിടെ അത്യാവശ്യം ഇവിടുത്തെ നാട്ടിലുള്ളവർ ഇങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല. അവിടുത്തെ ആശാമാരായിട്ട് ഇവിടെ വന്നിട്ടുള്ള അങ്ങനെ ഉണ്ടായിട്ടില്ല. തൃക്കണ്ടൂർ ഉത്സവത്തിന്, ഹനുമാങ്കാവ് ഉത്സവം, അങ്ങനെ അതുവരെ എത്തിയിട്ടുള്ളൂ. മറ്റേ സ്വതന്ത്രമായിട്ട് പോകാന്ന് മാത്രമേ. അതിന് ഒരുപാട് വകഭേദമുണ്ടോ? തടമ്പ് നൃത്തം എന്ന് പറഞ്ഞാൽ ഒരു ദേവനുണ്ടെങ്കിൽ ഒരു തടമ്പ്, 2 ദേവനുണ്ടെങ്കിൽ 2 തടമ്പ്. അമ്പലത്തിൽ എത്ര ദേവനുണ്ടോ 4 തടമ്പുള്ള വരെ ഞാൻ അവിടെ കൊട്ടിയിട്ടുണ്ട്. 4 തടമ്പിന് 4 തടമ്പ്. അതില് പിന്നെ അതിന്റെ ഈ ഓരോ തടമ്പിന്റെ കൊട്ടിനും വ്യത്യാസങ്ങൾ ഇല്ലില്ല. തടമ്പ് നൃത്തം എല്ലാം ഒരുപോലെ. 4 താളത്തില് കൊട്ടുന്നു മാത്രമല്ല, അതെല്ലാം ഒരേപോലെ തന്നെയാണ്. അത് എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെ ഒരേപോലെ തന്നെയാണ് ഈ തടമ്പ് നൃത്തം. അതാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ശിവേലിക്ക് എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ അഷ്ടപതി, പഞ്ചവാദ്യം, മേളം. മേളത്തിൻ്റെ ലാസ്റ്റ് മുതൽ തടമ്പ് നൃത്തം. ആദ്യം കൊട്ടി ഉറയിക്കുക എന്ന് പറയും. ഭഗവാനെ ഉറയിച്ച ശേഷം തകലടി താളം പഠിക്കും. പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ ഈ പാനയിട്ട് ഈ തടമ്പ് നൃത്തത്തിന് വല്ല വ്യത്യാസമുണ്ടോ, ബന്ധമുണ്ടോ? ബന്ധമില്ല. ഒരു ബന്ധം രണ്ടാണ്. ഒരു ബന്ധമില്ല. ഇവിടെ പാനയ്ക്ക് ഉള്ള ചെണ്ട ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദ്യം ഒന്നും തന്നെ ബന്ധമില്ല. വ്യത്യാസം എല്ലാം വ്യത്യാസമാണ്. അയ്യപ്പമുളൊക്കെ ആയിട്ടാണെങ്കിലും വ്യത്യാസമാണ്. അന്ന് ഇവിടെ മാത്രമേ ഉള്ളതുകൊണ്ട് വ്യത്യാസം. ഇപ്പോൾ പാനപ്പിടുത്തത്തിന്റെ ചവിട്ട് അയ്യപ്പളക്കിലും ചില ആൾക്കാർ ചവിട്ടാൻ തുടങ്ങിയിരിക്കുന്നു. അത് പിന്നെ പഠിച്ചത് ഇവിടുന്ന്, ഈ പാനയുമായി ബന്ധപ്പെട്ട ഇത് ഇവിടുന്ന് തന്നെ പഠിച്ചത്.
നമ്മുടെ ഈ അത് മുത്തച്ഛൻ പഠിപ്പിച്ച മുത്തച്ഛൻ പറഞ്ഞ് മുത്തച്ഛൻ പഠിപ്പിച്ചതാണ്. ഇവിടെ എവിടേക്കൊക്കെ നമ്മൾ ഈ പാനപുരത്തായി ബന്ധപ്പെട്ടിട്ടുള്ള വാദ്യകലയ്ക്ക് പോയിരിക്കുന്നത്? ഞാൻ ഇവിടെ പാനയ്ക്ക് ആദ്യം പങ്കെടുത്ത് മുതുതല ഒരു വീട്ടുള്ള പാന വീട്ടിലുണ്ടായ പാനയ്ക്ക് തിരുവിഞ്ഞുണ്ട്. പിന്നെ വടക്കേകാവില് അടുത്ത് തിരുവിച്ചിലായിട്ട് അതില് പിന്നെ ചെണ്ടവാദ്യായിട്ട് മറ്റുള്ള വാദ്യക്കാർ ചെണ്ട കൊട്ടും കിട്ടും. ഞാൻ തിരുവുമ്പോൾ ഈ തിരുവിച്ചിൽ തന്നെ വാദ്യലോകത്തിലേക്ക് ഇറക്കി. ആ താല്പര്യം ഈ തിരുവിച്ചിൽ തുടങ്ങിയ ശേഷമാണ് വാദ്യത്തിലേക്കാണ് ഇറങ്ങിയത്. അത് ഫസ്റ്റിലെ തിരുവിച്ചിലിന്റെ ചവിട്ടാണ് ആദ്യം പഠിച്ചിരിക്കുന്നത്. അത് ശരി, ആദ്യം മുതൽക്ക് അറിയുന്നത് 12ാം വയസ്സിലെ ഞാൻ പറഞ്ഞില്ലേ മോനേട്ടൻ പഠിക്കാൻ വന്നപ്പോൾ അതിന്റെ കൂടെ ചവിട്ടി പഠിച്ച് അങ്ങനെ ഈ വാദ്യത്തിലേക്ക് കാലുവെപ്പ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും ആ തിരുവിഴിച്ചിലായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്ന കാര്യങ്ങള് ഇപ്പൊ 2 കൊല്ലം മുമ്പ് പരിമുടിയൂര് പാനയ്ക്ക് തിരുവഴിഞ്ഞു. എത്ര ആളുണ്ടാവും? ഒരാൾ തിരുവഴിഞ്ഞു. അത് പകൽ പാന കഴിഞ്ഞ ഒരാള്, രാത്രി പാനയ്ക്ക് അയാൾക്ക് ക്ഷീണമാണെങ്കിൽ വേറെ ആള്. തിരുവഴിച്ചിൽ കഴിഞ്ഞ കണലൊഴിച്ചില്. അന്ന് പിന്നെ ഈ വാദ്യമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവില്ല അത് കഴിഞ്ഞാൽ മാറി ബാക്കി തമകളത്തിനും തായമ്പൊക്കെ കൂടാം. അത് കഴിഞ്ഞാല് ഇപ്പൊ നിലവില് ഇപ്പൊ അങ്ങനെ ഏതെങ്കിലും പരിപാടികളിലേക്ക് അങ്ങനെ അത് അവിടെ പാന ഇപ്പൊ ഓരോരുത്തർ വഴിപാടാവും. അത് അങ്ങനെ ആരെങ്കിലും പാന കുറച്ചാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ അവിടെ നമ്മൾ ഏതെങ്കിലും ഇനി വരാൻ പോകുന്ന മാസങ്ങളിലേക്ക് ആശാമാരെ ഏറ്റോ കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? അപ്പൊ എങ്ങനെ അറിയാം നമ്മളത്? അവര് ഫോൺ വിളിച്ച് പറയും ഉത്സവങ്ങളായി പരിപാടിയുണ്ട്. പിന്നെ എല്ലാ കൊല്ലം സ്ഥിരമായി ചെയ്യുന്ന പരിപാടികൾ സമയമാകുമ്പോ നമ്മളവിടെ അവര് വിളിക്കും, അധികം വിളിക്കും. നാട്ടിലാണെങ്കിലും അതെ, അല്ലെങ്കിൽ പറയും പരിപാടി ഉണ്ട് വരണം. ഈ സമയങ്ങളിൽ നമുക്ക് മറ്റേ കേരളത്തിൽ നിന്ന് വിട്ടുള്ള സ്ഥലത്തുണ്ടാവലുണ്ടോ? ഇല്ല. ഇത് ഏറ്റു കഴിഞ്ഞാൽ പിന്നെ അതന്നെ അതുമായിട്ട് മുന്നോട്ട് പോകും. കേരളത്തിൽ നിന്ന് വിട്ട പരിപാടികൾ അയ്യപ്പങ്ങൾക്ക് മാത്രമായിട്ട് മാറുകയാണ്, ഉത്സവങ്ങളുടെ കൂട്ടുമായിട്ട് മാറുക, വേറെ ഒന്നുമില്ല. ഉത്സവങ്ങൾ ഇപ്പൊ പറഞ്ഞില്ലേ, കോയമ്പത്തൂർ ഉത്സവം ഉണ്ട്, അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. അപ്പൊ ഇവിടെ ഉണ്ടാവില്ല, ഉണ്ടാവില്ല, അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. കാലഘട്ടത്തിലേക്ക് പോന്നിട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ കലാമണ്ഡലത്തിൽ തുടങ്ങി എന്നിട്ടിപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് കണ്ണൂർ ഏറ്റവും വലിയ ആശാന്മാരാണ്. ഈ കലാമണ്ഡലത്തിൽ പഠനം കൊണ്ട് നമുക്ക് എത്ര കണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വലിയ വലിയ കലാകാരന്മാരോടൊപ്പം ഒന്ന് കൂട്ടുകയാണെങ്കിൽ അവർക്കൊരു അഭിപ്രായം ഉണ്ടാവും. അതുപോലെ ബാബുവിന് തോന്നുന്നൊരു അഭിപ്രായമുണ്ട്. അതെന്തായിരുന്നു? കലാമണ്ഡലത്തിൽ അനുഭവം വെച്ചുകൊണ്ട് എന്തൊക്കെ നമുക്ക് അനുഭവം എനിക്ക് വളരെ ഉപകാരപ്രദമാണ്. എൻ്റെ പേരിൽ ഇപ്പോൾ രാവിലെ എല്ലാ ഉത്തരവാദിത്തങ്ങൾക്കും നേരത്തെ നീക്കാൻ വെച്ചാലും എല്ലാ കാര്യങ്ങൾ കൊണ്ടുപോകാൻ വെച്ചാലും ഇപ്പോൾ ഈ പഠിപ്പിക്കലേ കലാമണ്ഡലം അഭ്യാസം കൊണ്ടാണ് എന്നാണ് എൻ്റെ ഇത്. അടുത്ത ചിട്ടപ്രകാരം പഠിപ്പിക്കലുണ്ട്. ഇത് കാരണമാണ് ഞാൻ ഇപ്പോൾ ഈ വാദ്യവിഷയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ആ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോഴും പഠിപ്പിക്കണുള്ളൂ. ഇപ്പോൾ പുതിയ തലമുറ പുതിയതായമ്പോഴൊന്നും ഞാൻ പഠിപ്പിക്കലില്ല. പഴയ അന്ന് പഠിപ്പിച്ചതായപ്പോൾ അടിസ്ഥാനമായിട്ട് പഠിപ്പിക്കുക. ആ വളർച്ചയിൽ നിന്നും എല്ലാവർക്കും എന്നെ ബഹുമാനവും എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തം കൂടി എന്നെ ഏൽപ്പിക്കുന്നു. ഇപ്പോൾ വടക്കേ പറഞ്ഞു പൊതുവെ നമുക്കൊരു ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട്, കൂടുതലുണ്ട്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആശാന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ അടിത്തറ നന്നാകൊണ്ടാണ് ഇന്നും ഞാൻ ഇതിൽ ഇങ്ങനെ കുറച്ച് നിൽക്കാനുള്ള ധൈര്യം വരുന്നത്. അന്നിപ്പോൾ പൊതുപോളാശാനും മുന്നേഷാശാൻ അച്ഛനപ്പോളാശാനും മണ്ണേടാശാൻ്റെ ഒക്കെ ആ കർശനമായ പറഞ്ഞു തരലും ചിട്ട ഉണ്ടാണ്. പരമാവധി ഞാൻ പറഞ്ഞു ആ ഇതിനെ പിടിച്ച് നിന്നുകൊണ്ട് ആവുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല. പേരിലും എവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു പിന്നെ വടക്കേമല രാമേന്ദ്രൻ ശങ്കരാശാൻ തെറ്റുകളെ കണ്ട അപ്പോൾ തിരുത്തി പറഞ്ഞു തരല്. പിന്നെ നീലേശ്വരൻ ബാലചേട്ടൻ, ഇപ്പോൾ ചെറുതാനചന്ദ്രേട്ടൻ. കുടുംബത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യം കൂടി. എത്ര മക്കളാണ്? ഒരാൾ. അയാളിപ്പോൾ ITI പാസ്സായി ഇപ്പോൾ വീട്ടിൻ്റെ അടുത്തൊരു കടയിൽ വർക്ക്ഷോപ്പിൽ പോവുകയാണ്. വാദ്യകലയായിട്ട് വാദ്യകല തായമ്പ പഠിച്ചിട്ട് എടുത്ത് പോകും. ചെറിയ പരിപാടിക്ക് പോകുന്നുണ്ട്. പേര് അഭിമന്യു. ഇവിടെ നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഭാര്യയും മകനും അമ്മയുണ്ട്. ഭാര്യയുടെ പേര് സുധ. അമ്മയുടെ പേര് പുലോമചമ്മ. അമ്മ പിന്നെ വർഷങ്ങളായിട്ട് നമുക്ക് പരിചയമുള്ളതാണ്. പിന്നെ ഞാൻ പരിചയപ്പെടുത്തിയത്
നമ്മുടെ രായനെല്ലൂരിലെ ഈ നടുവടത്തിൻ്റെ അഭിമാനമായ നിത്യാനന്ദനെയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബമായി തന്നെ ഞങ്ങൾക്ക് വളരെയേറെ അടുപ്പമുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛനെ ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഇവിടെ ഒരുപാട് കലാകാരന്മാരുണ്ടായിട്ടുണ്ട്. ആ പാരമ്പര്യം നിലനിർത്താൻ നിത്യാനന്ദന് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം രായനെല്ലൂർ എന്ന് പറഞ്ഞാൽ തന്നെ ഐതിഹ്യങ്ങളുടെ നാടാണെന്ന് വേണമെങ്കിൽ പറയാം. നാറാണത്തുറാന്തൻ്റെ കല്ലുരുട്ടിയ മലയും അങ്ങനെ ഏറെ പ്രസിദ്ധമായ രായനെല്ലൂരിൽ നിത്യാനന്ദൻ ഒരു വിളക്ക് തന്നെയാണ്. ഭാവിയിലും നല്ല രീതിയിൽ നല്ല പേരോട് കൂടിയിട്ട് നിത്യാനന്ദന് രായനെല്ലൂരിൻ്റെയും നടുവടത്തിൻ്റെയും പേര് നിലനിർത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ദൈവം അതിനെല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ. എന്തായാലും എനിക്ക് നിത്യാനന്ദനോട് ഇത്രയും കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട്. ഭാഷ ഇപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ച് ഇങ്ങനെ സംസാരിക്കുക അവസരം ഭാഷ വളരെ സന്തോഷമുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം.